This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had dealt with Markov chains. Markov chains എന്താണെന്നും Markov analysis എന്താണെന്നും പറ്റി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Also, we had discussed the topics such as characteristics of Markov chain as well as applications of Markov analysis. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Markov chainനകത്ത് നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടേംസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. They are state probability, transition probability, transition matrix, transition diagram and multi-period transition probabilities. The first topic, that is state probability. സ്റ്റേറ്റ് പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് ആ പ്രോബ്ലത്തിനകത്ത് ഇഷ്ടംപോലെ സ്റ്റേറ്റ്സ് അഥവാ ഇഷ്ടംപോലെ ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത പ്രോബബിലിറ്റി നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രോബ്ലത്തിന് പ്രോസസ്സിനെ സംബന്ധിച്ച് ആ പ്രോസസ്സിനകത്തുള്ള ഇവൻറ്റ്സ് അതാത് സമയം ഏത് സമയത്താണോ ആ ഇവൻറ്റ് ഒക്കർ ചെയ്യണത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഒക്കർ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ് ഒക്കർ ചെയ്യേണ്ട സമയത്ത് അത് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ആ പ്രോബബിലിറ്റി നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. And the next term is transition probability. ട്രാൻസിഷൻ പ്രോബബിലിറ്റി പേര് കൊടുക്കുന്നത് ട്രാൻസിഷൻ ഉള്ള സാധ്യത. അതായത് നമ്മളുടെ പ്രോസസ്സിനകത്ത് പ്രോബ്ലത്തിനകത്ത് ഇഷ്ടംപോലെ ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇനിഷ്യൽ ഇവൻറ്റ് മുതൽ ഫൈനൽ ഇവൻറ്റ് വരെ ഇഷ്ടംപോലെ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ഇവൻറ്റിൽ നിന്നും അടുത്ത ഇവൻറ്റിലേക്ക് ആക്ടിവിറ്റീസ് വഴി അടുത്ത ഇവൻറ്റിലേക്ക് നമ്മൾ എന്തൊരു ട്രാൻസിഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്ന് അടുത്ത ഇവൻറ്റിലേക്ക് എത്തും, സെക്കൻഡ് ഇവൻറ്റിൽ നിന്ന് തേർഡ് ഇവൻറ്റിലേക്ക് എത്തും. അങ്ങനെ ഇവൻറ്റ്സ് ഇങ്ങനെ മാറി ട്രാൻസിഷൻ മാറി എവിടം വരെ എത്തും, ഫൈനൽ ഇവൻറ്റ് വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും തൊട്ടടുത്ത സക്സീഡിങ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ട്രാൻസിഷൻ നടത്താനുള്ള സാധ്യത പ്രോബബിലിറ്റി നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുടെ മറ്റൊരു പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയും. ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കും. മറ്റൊന്നുമല്ല, എന്താണ്, ഒരു പ്രോസസ്സിനകത്ത് ഓരോ സ്റ്റേറ്റിൽ നിന്നും സക്സീഡിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബബിലിറ്റി നമ്മൾ എന്ന് വിളിക്കുന്നത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെ നമുക്ക് സാധാരണ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റേഷൻ ചെയ്യാം. And the main two forms അല്ലെങ്കിൽ main two methods for the representation of transition probability are transition matrix and transition diagram. Transition matrix ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഡയഗ്രാംസ് ഉപയോഗിച്ച് നമുക്ക് എന്തിനു റെപ്രസെൻറ്റ് ചെയ്യാം, ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സിലെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ഹോൾ പ്രോസസ്സിനകത്ത് ഇഷ്ടംപോലെ സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല, ഓരോ സ്റ്റേറ്റിൽ നിന്ന് സക്സീഡിങ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ എന്തും കാണും, ട്രാൻസിഷൻ പ്രോബബിലിറ്റീസും കാണും. അപ്പോൾ ആ ഹോൾ ഒരു പ്രോസസ്സിലെ മുഴുവനായിട്ടുള്ള എല്ലാ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെയും ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം എന്നുള്ളതാണെന്ന് ഇരിക്കട്ടെ അവിടുത്തെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, അഥവാ നമ്പർ ഓഫ് ഇവൻസുകളുടെ എണ്ണം. ഈ നമ്പർ ഓഫ് ഇവൻസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എണ്ണം എം ആണെങ്കിൽ എവിടെ മുതൽ എമ്മിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇവൻസിൻ്റെ എണ്ണം എം ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവും, സെക്കൻഡ് സ്റ്റേറ്റ് ഉണ്ടാവും, തേർഡ് സ്റ്റേറ്റ് ഉണ്ടാവും, അങ്ങനെ എത്ര വരെ കാണും, എന്ത് സ്റ്റേറ്റ് വരെ കാണും അല്ലേ. ഇനിഷ്യൽ സ്റ്റേറ്റ് മുതൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസിൻ്റെ എണ്ണം എം ആണെങ്കിൽ സ്റ്റേറ്റ് 1 കാണും, സ്റ്റേറ്റ് 1 ആണ് എന്ത് ഇനിഷ്യൽ സ്റ്റേറ്റ്, സ്റ്റേറ്റ് 2 കാണും, സ്റ്റേറ്റ് 3 കാണും, അങ്ങനെ എത്രാമത്തെ സ്റ്റേറ്റ് വരെ കാണും, എന്ത് സ്റ്റേറ്റ് അഥവാ ഫൈനൽ സ്റ്റേറ്റ് വരെ അല്ലെങ്കിൽ ഫൈനൽ ഇവൻറ്റ് വരെ കാണും, ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ഈ ഓരോ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനെയും ഞാൻ S1, S2, S3 എക്സെട്ര അപ് ടു SM എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് പറഞ്ഞത്, എം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ഇൻ എ പ്രോസസ് ആണെന്നിരിക്കട്ടെ. ആൻഡ് ലെറ്റ് ദ സ്റ്റേറ്റ്സ് ഓർ ദ ഇവൻറ്റ്സ് ബി S1, S2, S3 എക്സെട്ര SM. അങ്ങനെയെങ്കിൽ
ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ് ആണ് SI, അതുപോലെ ഏതൊരു സ്റ്റേറ്റ് ആണ് SIയും തൊട്ടടുത്ത സക്സീഡിങ് സ്റ്റേറ്റ് ആണ് SJ എന്ന് ഇരിക്കട്ടെ. SIയിൽ നിന്നും SJയിലേക്കാണ് സക്സീഡ് ചെയ്ത സ്റ്റേറ്റ് മാറിപ്പോകുന്നു, ട്രാൻസിഷൻ സംഭവിച്ചു പോകുന്നതെങ്കിൽ let the probability for the transition of the state from SI to SJ be PIJ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ SIയിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്നും SJ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ഇരിക്കട്ടെ, PIJ ആണെന്ന് ഇരിക്കട്ടെ. ദാറ്റ് ഈസ് അവിടെ ith സ്റ്റേറ്റിൽ നിന്നും jth സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കാനുള്ള ട്രാൻസിഷൻ പ്രോബിലിറ്റി ആണെന്നിരിക്കട്ടെ PIJ എന്ന് ഇരിക്കട്ടെ. സോ നമ്മൾ എന്താ പറഞ്ഞത്, ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്താന്ന് പറഞ്ഞു, ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു, ബൈ മീൻസ് ഓഫ് ട്രാൻസിഷൻ മെട്രിക്സ് ആസ് വെൽ ആസ് ബൈ മീൻസ് ഓഫ് ട്രാൻസിഷൻ ഡയഗ്രാം. അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് നമുക്ക് ബേസിക് ആയിട്ട് അതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ പ്രോസസ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് ദ സ്റ്റേറ്റ്സ് ബി നമ്പേർഡ് ആസ് ഓർ റെപ്രസെന്റഡ് ആസ് S1, S2 എക്സെട്ര അപ് ടു SM. അങ്ങനെ ഏതോ ഒരു സ്റ്റേറ്റ് ഐയിൽ നിന്നും അടുത്ത സ്റ്റേറ്റ് ആയ SJയിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബിലിറ്റിയാണ് PIJ എന്നും ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ട്രാൻസിഷൻ പ്രോബിലിറ്റി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0യ്ക്കും 1നും ഇടയിലായിരിക്കും. നമ്മൾ പറഞ്ഞു സാധാരണ ഏത് പ്രോബിലിറ്റിയെ സംബന്ധിച്ചൊരു കാര്യത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സംഭവിക്കാനുള്ള സാധ്യത, ട്രാൻസിഷൻ സംഭവിക്കാനുള്ള സാധ്യത, അപ്പോൾ ആ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും ആ സാധ്യതയുടെ വാല്യൂ, പ്രോബിലിറ്റിയുടെ വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റിയായ PIJയുടെ വാല്യൂയും ഓൾസോ ലൈസ് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ പ്രോബിലിറ്റിയെ സംബന്ധിച്ച് ട്രാൻസിഷൻ പ്രോബിലിറ്റീസിന്റെ വാല്യൂ എപ്പോഴും ഇറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോ ചെയിൻ പറഞ്ഞായിരുന്നു. ട്രാൻസിഷൻ പ്രോബിലിറ്റീസിന്റെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഏതൊരു പ്രോസസ്സിനെ സംബന്ധിച്ച് അവിടുത്തെ ആ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസിഷൻ പ്രോബിലിറ്റീസിന്റെ എണ്ണം, ട്രാൻസിഷൻ പ്രോബിലിറ്റിന്റെ സം, തുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോ ചെയിനിനകത്ത് ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചതാണ് സം ഓഫ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് ഇൻക്ലൂഡ് ഇൻ എ പ്രോസസ് വിൽ ബി ഓൾവേസ് മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ട്രാൻസിഷൻ പ്രോബിലിറ്റിയുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി അപ്പോൾ സം ഓഫ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ആൻഡ് ഓൾസോ ദ വാല്യൂ ഓഫ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി വിൽ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇനി ഒരു ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ട്രാൻസിഷൻ നടത്താനുള്ള സാധ്യത അല്ലേ. അങ്ങനെയെങ്കിൽ PIJ ഓർ ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി ഫ്രം ദ സ്റ്റേറ്റ് I to J ഈക്വൽ ടു 0 എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റേറ്റായ SIയിൽ നിന്നും SJ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യത എന്താണ്, 0 ആണ്. അതായത് അങ്ങനൊരു അവിടുത്തെ പോസിബിലിറ്റി 0 ആണ്. അങ്ങനൊരു പോസിബിലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. SI എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും SJ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബിലിറ്റിയാണ് PIJ എങ്കിൽ ഈ PIJ 0 ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ട്രാൻസിഷൻ ഫ്രം ദ സ്റ്റേറ്റ് I to സ്റ്റേറ്റ് J. അവിടെ അങ്ങനെ ട്രാൻസിഷൻ നടക്കുന്നില്ല, ട്രാൻസിഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒക്കർ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ അവിടെ എന്തില്ല, ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല എന്ന് പറയാം. അഥവാ മാർക്കോ ചെയിൻ ഈസ് സെറ്റ് ടു ബി സ്റ്റേഷനറി എന്ന് പറയുന്നത് ആ സീക്വൻസ്, മാർക്കോ ചെയിനിന്റെ ആ സീക്വൻസ്, മാർക്കോ ചെയിൻ നമ്മൾ എന്താ പറയുന്നത്, ഇവന്റ്സിന്റെ ഒരു പ്രോസസ്സിനകത്ത് ട്രാൻസിഷൻ നടക്കുന്ന ആ സീക്വൻസ് ആണ് എന്ന് വിളിക്കുന്നത് മാർക്കോ ചെയിൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ആ സീക്വൻസിനകത്ത് ആ സീക്വൻസ് എന്തായിട്ട് മൂവ് ചെയ്യുന്നു, സ്റ്റേഷനറി ആകുന്നു. അതായത് ആ മാർക്കോ ചെയിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതുമ്പോൾ ഒരു കണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നില്ല, അതായത് ട്രാൻസിഷൻ പ്രോബിലിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം പീരീഡ്, ഫോർ ദാറ്റ് ടൈം പീരീഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി അറ്റ് സ്റ്റേഷനറി ആയിട്ട് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അത് എപ്പോഴാണ്, PIJയുടെ വാല്യൂ എപ്പോഴാണോ 0 ആകുന്നത് അറ്റ് ദാറ്റ് ടൈം, ഫോർ ദാറ്റ് ടൈം പീരീഡ്
the Markov chain is said to be stationary. Otherwise, if the value of Pij lies between 0 and 1, then we can say that Markov chain is said to be non-stationary എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. So ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മളെന്ന് പറയാൻ പോകുന്നു ട്രാൻസിഷൻ മെട്രിക്സ് എപ്രകാരമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എം എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സും S1 S2 എക്സെട്ര SM എന്ന് പറയുന്നത് ആ സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേഷനുമാണെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ മെട്രിക്സ് എഴുതുമ്പോൾ എന്തൊക്കെ വേണം? റോസും വേണം, കോളംസും വേണം അല്ലേ. അപ്പോൾ ഇവിടെ റോ വൈസ് റോ ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് റോസ് നമ്മൾ സാറിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെ? R1 R2 R3 എക്സെട്ര അല്ലേ. അപ്പോൾ ഇവിടെ റോ വൈസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? റോ വൈസ് ആയിട്ട് നമ്മൾ എഴുതുന്നത് സ്റ്റേറ്റുകൾ തന്നെ S1 S2 S3 എക്സെട്ര SM. ഓൾസോ കോളം വൈസ് നമ്മൾ എന്തെഴുതും? S1 S2 എക്സെട്ര SM വരെ എഴുതും. എന്നിട്ട് ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യും? ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ റോ വൈസ് എഴുതിയ ഈ സ്റ്റേറ്റുകളെ സ്റ്റേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റുകളെയാണ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് നല്ലത് എനിക്ക് തോന്നുന്നു കറണ്ട് സ്റ്റേറ്റ്. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ ഇവന്റ് ഏതാണോ അതാണ് എന്ത് കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ അതായത് കോളം വൈസ് റെപ്രസെൻറ്റേഷനിൽ എഴുതിയേക്കുന്ന എന്ത് നമ്മുടെ സ്റ്റേറ്റ്സ് S1 S2 എക്സെട്ര SM ഉള്ള സ്റ്റേറ്റ് എന്ത് റെപ്രസെന്റ് എന്ന് വെച്ചാൽ സക്സീഡിങ് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലേക്കാണോ ആ ട്രാൻസിഷൻ നടക്കുന്നത്, ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഇതാണെങ്കിൽ സക്സീഡിങ് സ്റ്റേറ്റ് അതായത് ഏത് സ്റ്റേറ്റിലേക്കാണോ ആ റെപ്രസെൻറ്റേഷൻ ട്രാൻസിഷൻ നടത്തുന്നത് ആ സ്റ്റേറ്റാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? കോളം വൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദിസ് മീൻസ് ദ സക്സീഡിങ് സ്റ്റേറ്റ്. സക്സീഡിങ് സ്റ്റേറ്റ്സ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ കറണ്ട് സ്റ്റേറ്റിനെ റോ വൈസ് ആയിട്ടും സക്സീഡിങ് സ്റ്റേറ്റ്സിനെ കോളം വൈസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി പറയാൻ പോകുന്നത് ഇതിനകത്താണ് നമ്മൾ ഈ മെട്രിക്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അതായത് S1 S1 ഈ രണ്ട് റോയും കോളവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ അവിടെ ഉള്ള ആ സെല്ലിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ എഴുതുന്ന പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഫോർ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫോർ ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 1. ആ ഫസ്റ്റ് സ്റ്റേറ്റിന് അതേ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള പ്രോബബിലിറ്റി, അതേ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബബിലിറ്റി ആണ് എന്ന് പറയുന്നത് S1 എന്ന് പറയുന്ന ജംഗ്ഷൻ അല്ലെങ്കിൽ ആ സെല്ല് കൊണ്ട് സൂചിപ്പിക്കുന്നത്. SIയിൽ നിന്നും SJയിലേക്ക് ട്രാൻസിഷണൽ പ്രോബബിലിറ്റി PIJ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫ്രം S1 ടു S1 ഈസ് P11. Again, S1 to S2ലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി ക്യാൻ ബി റെപ്രസെന്റ് ആസ് P12. ഇനിഷ്യൽ സ്റ്റേറ്റ് കറണ്ട് സ്റ്റേറ്റ് ഏതാണ്? S1. അവിടെ നിന്ന് എങ്ങോട്ട് പോകണം? S2ലേക്ക് പോകണം. therefore P12. അങ്ങനെ എവിടെ വരെ എഴുതാം? P1M വരെ ആയിരിക്കും. നെക്സ്റ്റ് വൺ S2ൽ നിന്ന് S1ലേക്കുള്ള പ്രോബബിലിറ്റി P21. നെക്സ്റ്റ് വൺ ഈസ് P22 എക്സെട്ര P2M. അങ്ങനെ നമുക്ക് PM1 PM2 എക്സെട്ര PM വരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇനി ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ഇപ്രകാരം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ കറണ്ട് സ്റ്റേറ്റിനെ റോ വൈസ് ആയിട്ടും സക്സീഡിങ് സ്റ്റേറ്റ്സിനെ കോളം വൈസ് ആയിട്ടും എഴുതിയതിന് ശേഷം അതായത് ഏതൊക്കെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സക്സീഡിങ് സ്റ്റേറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആ ട്രാൻസിഷൻ നടത്തുന്ന പ്രോബബിലിറ്റീസിനെ അതാത് സെല്ല് അല്ലെങ്കിൽ അതായത് ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ എന്തെഴുതുന്നത്? ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ PIJ എന്തായിരിക്കും? ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ
ട്രാൻസിഷൻ പ്രോബബിലിറ്റി മറ്റൊരു പ്രോപ്പർട്ടി എന്താണ്, എപ്പോഴും ഈ മെട്രിക്സിനകത്ത് വാല്യൂസ് Pij വാല്യൂസ് എപ്പോഴും ലൈസ് ബിറ്റ്വീൻ 0 and 1. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ മെട്രിക്സിനകത്ത് എല്ലാ എലമെന്റ്സിന്റെയും വാല്യൂ എന്തിന്റെ ഇടയ്ക്കായിരിക്കും, 0യ്ക്കും 1നും ഇടയിലായിരിക്കും. കൂടാതെ ഒരു ട്രാൻസിഷൻ മെട്രിക്സിനെ സംബന്ധിച്ച് ഓരോ റോയുടെ സമ്മും അല്ലെങ്കിൽ ഓരോ കോളത്തിന്റെ സമ്മും എന്തായിരിക്കും, 1 ആയിരിക്കും. സിഗ്മ Pij എപ്പോഴും എന്താണ്, 1 ആണ്. സോ റോ വൈസ് ആൻഡ് കോളം വൈസ് സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഇത്രയാണ് ഞാനത് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മളൊരു ട്രാൻസിഷൻ മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസിഷൻ ഡയഗ്രാം. ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബബിലിറ്റി ആണല്ലോ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് നമുക്കൊരു ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അത് എപ്രകാരമാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ് ട്രാൻസിഷൻ മെട്രിക്സ് നയിക്കട്ടെ. ഇതിനെ ഞാൻ എങ്ങനെ ട്രാൻസിഷൻ ഡയഗ്രാമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് റഫായിട്ടെന്ന് വരച്ചതേ ഉള്ളൂ. ഈ ട്രാൻസിഷൻ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ എത്ര ആ പ്രോസസ്സിനകത്ത് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറാണ് തന്നിരിക്കുന്നത്. ആ പ്രോസസ്സിനകത്ത് 3 സ്റ്റേറ്റ്സ് ആണുള്ളത് അല്ലെങ്കിൽ 3 ഇവൻറ്റ്സ് ആണുള്ളത്. ദേ ആർ S1, S2 ആൻഡ് S3 അല്ലേ. അപ്പോൾ 3 ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സിനകത്ത് ഇനിഷ്യൽ ഇവൻറ്റ് S1ഉം ഫൈനൽ ഇവൻറ്റ് ഏതാണ്, S3യുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഇവൻറ്റ്സിനെ അഥവാ സ്റ്റേറ്റ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ്സിനെ S1, S2, S3 നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷൻസിലായിട്ട് സർക്കിൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എത്ര സ്റ്റേറ്റ്സ് ആണ് ആ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ആ സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യണം, സർക്കിളിലാക്കിയിട്ട് എന്ത് ചെയ്യണം, റെപ്രസെൻറ്റേഷൻ ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ പ്രോബബിലിറ്റീസ് നോക്കുക. S1 to S1 ട്രാൻസിഷൻ പ്രോബബിലിറ്റി എത്രയാണ്, 0 ആണ്. അതായത് അങ്ങനെ ഒരു ട്രാൻസിഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ട്രാൻസിഷൻ പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ there does not exist any transition. ഇനി S1 to S2 ട്രാൻസിഷൻ പ്രോബബിലിറ്റി എത്രയാണ്, P1 to S1ൽ നിന്നും S2ലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. അതായത് ആ ട്രാൻസിഷൻ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും, ഒരു ആരോ ഹെഡ് ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുക. ആൻഡ് ദിസ് is the transition probability is P12. Again S2 to S1, S2ൽ നിന്ന് S1ലേക്ക് എന്തുണ്ട്, ട്രാൻസിഷൻ പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. therefore S2 to S1 തിരിച്ച് ആരോ ഹെഡ് അങ്ങനെ വരും, തിരിച്ചു വരും. S2 to S1 the transition probability is P21. again S2 to S2 0 പ്രോബബിലിറ്റി ആണ്. then S2 to S3 S2ൽ നിന്നും S3യിലേക്ക് എന്തുണ്ട്, ആ ഡയറക്ഷൻ ഇവിടെ എന്ത് പോകാനായിട്ട്, ആരോ ഹെഡ് പോകാനായിട്ട് the transition probability is P23. again S3 to S1 it is P31 and S3 to S2 the transition probability is P32. അപ്പോൾ ഇപ്രകാരമാണ് ട്രാൻസിഷൻ മെട്രിക്സിൽ നിന്ന് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതുകൊണ്ട് മെട്രിക്സിനകത്ത് നിന്ന് എടുക്കുന്നേ ഉള്ളൂ. ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ അതിനകത്തുള്ള ആ ട്രാൻസിഷനകത്ത് അല്ലെങ്കിൽ ആ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ ഇവൻസിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് എഴുതുക. അതിനുശേഷം ഏത് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്കാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ ഡയറക്ഷനിൽ ആരോ ഹെഡ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ പ്രോബബിലിറ്റി നമ്മൾ മാർക്ക് ചെയ്യുക, ട്രാൻസിഷൻ പ്രോബബിലിറ്റി മാർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഡയഗ്രാം. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, സ്റ്റേറ്റ് പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, ട്രാൻസിഷൻ മെട്രിക്സും ട്രാൻസിഷൻ ഡയഗ്രത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് വൺ ഈസ് മൾട്ടി പീരീഡ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. മൾട്ടി പീരീഡ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ
ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റ്, ഒരു പ്രൊസീജിയറിന്, ഒരു പ്രോസസ്സിനകത്ത് ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള, ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബിലിറ്റി ആണല്ലോ ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റും അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് സ്റ്റേറ്റിലെയും ഏത് ടൈം പീരീഡിലെയും ട്രാൻസിഷൻ മെട്രിക്സ് നമുക്ക് ട്രാൻസിഷൻ ഏത് സ്റ്റേറ്റിലെയും മറ്റേത് സ്റ്റേറ്റിലെയും കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി പീരീഡ് ട്രാൻസിഷൻ പ്രോബിലിറ്റി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊസീജിയറിനകത്ത് എന്ത് കാണും, ഇഷ്ടം പോലെ ഇവന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരു ഇവന്റ് നമുക്ക് തന്നു, ഏതെങ്കിലും ഒരു ഇവന്റിന്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി അല്ലെങ്കിൽ ആ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടാതെ പ്രോബ്ലം വരുന്നുണ്ട്, അത് കൂടാതെ ഓരോ പ്രാവശ്യത്തെയും ട്രാൻസിഷൻ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മറ്റേതൊരു ഇവന്റിന്റെയും സ്റ്റേറ്റ് പ്രോബിലിറ്റി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു കറണ്ട് ഇവന്റിന്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് നമുക്ക് അറിയാമെങ്കിൽ മറ്റ് ഏതൊരു ഇവന്റിന്റെ അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിന്റെയും സ്റ്റേറ്റ് പ്രോബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എപ്രകാരം എന്ന് വെച്ചാൽ ഇനിഷ്യൽ ഇവന്റ് നമ്മൾക്ക് 0th ഇവന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 0th ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സ്റ്റേറ്റ് പ്രോബിലിറ്റി നമ്മൾ R0 എന്ന് പറയുന്ന മെട്രിക്സ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇരിക്കട്ടെ. അവിടുത്തെ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് P ആണെന്ന് ഇരിക്കട്ടെ. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ് പ്രോബിലിറ്റി മെട്രിക്സ് ആൻഡ് P be the transition പ്രോബിലിറ്റി മെട്രിക്സ്. അങ്ങനെയെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് R1 ഫസ്റ്റ് സ്റ്റേറ്റിലെ, അതായത് തൊട്ടടുത്ത സ്റ്റേറ്റിലെ ട്രാൻസിഷൻ സ്റ്റേറ്റ് പ്രോബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല R0 × P. അതായത് R1 എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ പ്രിസീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി ഇൻറ്റു ട്രാൻസിഷൻ പ്രോബിലിറ്റി. തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റിൽ നിന്നുമാണ് എന്ത് സംഭവിക്കുന്നത്, ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യുന്നല്ലേ. അപ്പോൾ ആ പ്രിസീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റിയെ അവിടുത്തെ ട്രാൻസിഷൻ പ്രോബിലിറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആ കറണ്ട് ഇവൻ്റ് R1ൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി കിട്ടും. അങ്ങനെയെങ്കിൽ R2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിലോ, അതായത് സ്റ്റേറ്റ് പ്രോബിലിറ്റി അറ്റ് സ്റ്റേറ്റ് 2 രണ്ടാമത്തെ സ്റ്റേറ്റിലെ എന്താണ് പ്രോബിലിറ്റി ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, R1 × P ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രിസീഡിങ് സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പ്രോബിലിറ്റി ഇൻറ്റു ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി. ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് R1 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, R0 × P ഇൻറ്റു P. R0 × P എന്താണ്, R1 ആണ്, ഇൻറ്റു P. ദാറ്റ് ഈസ് ഈക്വൽ ടു R0 × P². അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ് പ്രോബിലിറ്റി ഏതാണോ ആ ഇനിഷ്യൽ സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റിയെ എന്ത് ചെയ്താൽ മതി, ട്രാൻസിഷൻ പ്രോബിലിറ്റിയുടെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് R3 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, R2 × P എന്ന് എഴുതാം. ഓർ R2 ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് R1 × P × P. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു R0 × P × P × P അല്ലേ. R0 × P എന്ന് പറഞ്ഞാൽ എന്താണ്, R1 ആണ്, ഈ R1 × P ആണ് R2 × P ആണ് R3. ഓർ അതർവൈസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് R0 × P³ അല്ലേ. സിമിലർലി Rn നമുക്ക് എങ്ങനെ എഴുതാം, Rn ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് R0 × P⁻n എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, ഇത് R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്, ഇത് തേർഡ് സ്റ്റേറ്റ്. അങ്ങനെ ഏതൊരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി നമുക്ക് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം, മറ്റേതൊരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റിയും ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവ രണ്ടും ഉപയോഗിച്ച് നമുക്ക് എന്തുപിടിക്കാം, സക്സീഡിങ് ആയിട്ടുള്ള ഏതൊരു സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ Rn എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബിലിറ്റി തന്നിട്ടുള്ളതെങ്കിൽ ഈ അതിന് പ്രിസീഡിങ് ആയിട്ടുള്ള വേറെ ഏതൊരു സ്റ്റേറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് എഴുതാം, നമുക്കതിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം ബൈ യൂസിങ് ദ സ്റ്റേറ്റ് പ്രോബിലിറ്റി ഓഫ് ദ പ്രിസീഡിങ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റീസ്. സോ നമ്മൾ ഇന്ന് പഠിച്ചത്
5 definitions are. The first one is about state probability, second is transition probability, and the representation of the transition probability in two different ways, that is by means of transition matrix as well as by means of transition diagram. And the last one is multi-period transition probability. ഏതൊരു പീരീഡിന് ഏതൊരു ടൈം പീരീഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവൻ്റ് അഥവാ സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുമാണ് നമ്മളിന്ന് പഠിച്ചത്. സോ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങൾ എന്താണ് എനിക്ക് ലെക്ചർ നോട്ട്സായിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.